മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ഡോക്ടറെ ഇതൊന്നും നോക്കിക്കേ, ഒന്ന് തീരുമ്പത്തേക്കും അടുത്തത് വരും. മഞ്ഞപ്പിത്തം ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ, അതായത് ന്യൂസിൽ വരുന്ന ഈ ഔട്ട് ബ്രേക്ക് ഹെപ്പറ്റൈറ്റിസ് എ എന്ന ഇൻഫെക്ഷൻ്റെയാണ്. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ വരുമ്പോൾ മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടാകാം. അതായത് പനി, ഛർദിൽ, വയറുവേദന, അതേപോലെ തളർച്ച, ശക്തമായ തളർച്ച. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ശരീരത്തിൽ ഉണ്ടാകാവുന്ന നിറവ്യത്യാസം, തൊലിയിൽ ഉണ്ടാകാവുന്ന നിറവ്യത്യാസം മഞ്ഞ നിറത്തിലേക്കുള്ള മാറ്റം കാണുമ്പോഴാണ് നമ്മൾ ജോണ്ടിസ് സംശയിക്കുന്നത്. അപ്പം ഈ ലക്ഷണങ്ങളോടുകൂടെ വരുമ്പോഴാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയിക്കുന്നത്. അപ്പൊ പിന്നെ വീണ്ടും മാസ്ക് പുറത്തെടുക്കാൻ സമയമായല്ലേ? ജനറലി മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ മറ്റുള്ള ഇൻഫെക്ഷൻ, അതായത് കോവിഡ്, ഇൻഫ്ലുവൻസ എന്നുള്ള ഇൻഫെക്ഷൻ പോലെ വായിൽ കൂടെ പകരുന്നൊന്നല്ല. ഇത് നമുക്ക് വെള്ളത്തിൽ കൂടെയും ഫുഡിൽ കൂടെയാണ് ഇത് പകരുന്നത്. അതായത് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ആണ്. ഏതായാലും മഴയോടെ ഒന്നും മാറുമെന്ന് തോന്നുന്നില്ല. ഇത് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന ഇൻഫെക്ഷൻ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി അതിനോട്ടുണ്ടാവും. പിന്നീട് ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് എ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വന്നിട്ടില്ലാത്തവർക്ക് സിംഗിൾ ഡോസ് ഓഫ് ഇനാക്ടിവേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഇപ്പം വൈഡ്ലി അവൈലബിൾ ആണ്. വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഔട്ട് ബ്രേക്കിനെ നമുക്ക് ചെറുക്കാനായി ചെയ്യാൻ പറ്റുന്നത്. തനിക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ടില്ലല്ലോ, പെട്ടെന്ന് പോയി വാക്സിനേഷൻ എടുത്തോളൂ.